നാട്ടിൽ നടക്കുന്ന കഥയാണേ കഷ്ടം, എന്നെ കൂട്ടിലാക്കാൻ നോക്കിയവരെ കഥകളും കഷ്ടം, എന്നെ പോലുള്ളൊരു കൂട്ടത്തിനെ കൂട്ടാൻ എനിക്കിഷ്ടം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ കൂട്ടാൻ എനിക്കിഷ്ടം, എൻ്റെ ഹൈറ്റും എൻ്റെ ഹീൽസും എൻ്റെ ഇഷ്ടം, എൻ്റെ നടത്തം നേരാക്കാൻ ആൾക്കൂട്ടം, ഞാൻ നടക്കണേനേക്ക് എത്ര പേര് കുറ്റം പറയുമെന്നറിയോ. എൻ്റെ നടപ്പൊരു ടിപ്പിക്കൽ നടപ്പാണ്, പക്ഷേ എന്നെ നടത്തം നേരാക്കാൻ ആൾക്കൂട്ടം, എന്നെ പാട്ടിലാക്കാൻ നോക്കി പിന്നെ കൂട്ടിലാക്കാൻ നോക്കി അവർ പാടുപെടുന്നതും ഒരു രസം. എൻ്റെ ശരീരം എൻ്റെ അവകാശം അങ്ങനെ വിചാരിക്കണ്ടോ? അങ്ങനെ ഒരു ഞാൻ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചോദ്യം വരില്ലല്ലോ. എന്റെ ചിരി എന്റെ മേക്കപ്പ് എന്റെ ബോഡി, അതൊരു ബ്രൈഡൽ ഒരു ആഡ് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും എനിക്ക് കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം എന്റെയൊക്കെ ഒരു കല്യാണ സമയത്ത് നന്നായി ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. അത് എപ്പോഴായാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അത് ഞാനൊരു ഇതുപോലൊരു വിമൻസ് ഡേക്ക് ഒരു ബ്രാൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്തതാണ്. അത് വളരെ നന്നായിട്ടുണ്ട്. അതെ, അതിന് പക്ഷെ നെഗറ്റീവായിട്ടും എടുക്കാൻ വേണമെങ്കിൽ, കാരണം എന്താ പറയുക, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങണം എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവായി പറയുന്നവരുണ്ടല്ലോ, ഇതിനു വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്യണോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ മേക്കപ്പ് ഒക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ടേ, ഇപ്പോഴത്തെ ഹിന്ദുവിൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവണു, ഞങ്ങളുടെ കാലത്തൊന്നും ഇടാൻ പറ്റിയില്ലല്ലോ. അല്ലാണ്ട് അമ്മയ്ക്ക് ഇപ്പം ഇടണം എന്നല്ല, പക്ഷെ നമ്മുടെ കാലത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ഇത്രയും ആളുകൾ സപ്പോർട്ടീവ് ആയിരുന്നില്ല. സ്കേർട്ടും ഫ്രോക്കും ഇതെല്ലാം, അമ്മയൊക്കെ നാട്ടും പുറത്ത് ജനിച്ച് വളർന്ന ആളാണ്, അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ട്. അമ്മ ചുരിദാർ പോലും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയും അമ്മയുടെ ചേച്ചി എല്ലാവരും പറയും, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇടാൻ എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ഉള്ളിൽ അവരിപ്പോഴാണ് പല മോഹങ്ങളും പുറത്തേക്ക് വരണേ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പ് ചെയ്തത്. എൻ്റെ ചിരി എൻ്റെ മേക്കപ്പ് എൻ്റെ ബോഡി, എൻ്റെ വാക്ക് എൻ്റെ നോക്ക് എൻ്റെ രീതി, അങ്ങനെ ഒരു. ഈ മറ്റേ ഗൗരി ലക്ഷ്മിയുടെ സാധനം ഇപ്പം കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ നോക്കുമ്പം ഇതേ ജോണർ തന്നെയാണ് ഫ്രീഡത്തിനും ഉള്ളത്. ഫ്രീഡത്തിനകത്ത് വേറൊരു സ്റ്റേച്ചറാണെന്ന് മാത്രമല്ല, വേറൊരു ഏരിയ ആണ് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്തും ഈ പറയപ്പെടുന്നത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു എവിടെയോ ഇല്ലാതായി പോകുന്ന ഫ്രീഡത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പം ഇത് ഒക്കെ സംസാരിക്കുമ്പോഴും സൊസൈറ്റിയിൽ ആ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഫീൽ ഇപ്പോഴും അടച്ചുപൂട്ടി തന്നെ ആണോ? ഞാൻ ഫ്രീഡത്തിൽ മോർ ഓഫ് മൈ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കണേ. എനിക്ക് എന്താണോ എൻ്റെ കോളേജ് ടൈംസിലും എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കണേ. നടത്തൊക്കെ ഇപ്പോഴും പറയും ഞാൻ ഇങ്ങനെയാണ് നടക്കണേ. പിന്നെ എൻ്റെ ബോഡി, ഞാൻ കുറച്ച് ലീനാണ് ഇപ്പോൾ. തടിച്ചിരുന്ന സമയത്ത് അതായിരുന്നു പ്രശ്നം. ഡെലിവറി കഴിഞ്ഞ് നല്ലോണം കൂടെ ചക്കപ്പോത്ത് പോലെ ആയില്ലോ, എന്താ ഭയങ്കരമായിട്ട് ആയുർവേദം അതൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ ക്ഷീണിച്ചപ്പോ എന്താ വല്ലാണ്ട് ക്ഷീണിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. എനിക്കതൊരു മെന്റൽ പ്രശ്നമായി. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ എന്താ കഴിച്ചിട്ടും തടിക്കണില്ലല്ലോ, എന്താ പറ്റിയ, എന്നും വെയിറ്റ് നോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ആളുകളുടെ വായ അടയ്ക്കാൻ പറ്റില്ല, പക്ഷെ എനിക്കും അതുപോലെ വായടയ്ക്കാൻ പറ്റില്ല. ഞാനും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. അതിന് നെഗറ്റീവും ഉണ്ട്. ഇതിപ്പോൾ കുറേ പേര് പറയും, ഓക്കെ ഇത് പറഞ്ഞിട്ടിപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കാലത്താണ് നിങ്ങൾ ഈ സംസാരിക്കണേ, ഇപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പുറത്തേക്ക് ഇറങ്ങണേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഒരുപാട് കമൻസ് കേട്ടിട്ടാണ് ഇറങ്ങി നടന്നാലും ഒരുപാട് കമൻസ് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സ് ആരും അങ്ങനെ ഒരു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുക ചെയ്തേ. പക്ഷെ കമന്റ് സെക്ഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് ഒന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കമന്റ് നോക്കി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതെ, എനിക്ക് വേണ്ട വർക്കുകൾ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അതിൽ കഴമ്പുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് ഉള്ളിടത്തോളം കാലം നമ്മളിപ്പോ അനുഭവിക്കുന്ന ഫ്രീഡം ഒക്കെ ഏതോ ഒരു നാളില് ഏതൊക്കെയോ പെണ്ണുങ്ങൾ ഞാനിപ്പോ ഈ ഡ്രസ് ഇട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അത് ചിലപ്പോ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം അതിലൊക്കെ ഇരുന്നോണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസസ് പറയുന്നത് കൊണ്ട് എനിക്കൊരു വിഷയമില്ല, ഞാനത് പറയുകയും ചെയ്യും.
പക്ഷെ ബാക്കിയുള്ളവരെ കമന്റ് സെക്ഷനാണ്. ആരും എന്നെ ഇതുവരെ നേരിട്ട് വന്നിട്ട് നീ എന്താടി അങ്ങനെ പാടിയ ആരോ അങ്ങനെയൊന്നും ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യവും ഇല്ല. ഇപ്പൊ പിന്നെ എല്ലാവരും അച്ഛൻ്റെ കൂടെ ചിലതിന് കമ്പനി വിളിച്ചു തുടങ്ങി. പണ്ടൊക്കെ ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോവായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കണില്ലല്ലോ, എന്നെയും കൂടി മോളെയും കൂടി കൊണ്ടുവരൂ എന്ന് പറയുന്നേക്കാളും ഇന്ദുലേഖയും കൂടി പെർഫോം ചെയ്യണം എന്ന് പറയുമ്പോ ഒരു അങ്ങനെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട്. അത് ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റുക. അച്ഛൻ്റെ പെർഫോമൻസ്, എൻ്റെ ബാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ഡുവറ്റ് പോലെ അങ്ങനെയൊക്കെ. അതുപോലെ നമുക്ക് ഒരു സാരം അച്ഛനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് നമുക്ക് ഒരു റാപ്പ് കൂടെ ചെയ്യാം. അതല്ല, ആകെ ഒരു ഇൻഡസ്ട്രി മാത്രമുള്ള അതുകൂടെ അച്ഛൻ കൊണ്ടുപോകുന്നു. ജയരാജ് സാർ ചേട്ടൻ ചെയ്യാത്തതായിട്ട് എനിക്ക് ഒരു ഒട്ടുമിക്ക എല്ലാ പരിപാടിയും ഒറ്റയ്ക്ക് കൊടുത്താലും ഒരു സ്റ്റേജിൽ ആ സമയത്ത് വൺ മാൻ ഷോ പോലെ സെറ്റപ്പ് ഇതെല്ലാം ചെയ്തതാണ്. അപ്പം അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ റാപ്പിങ്ങിലും സംഗീതത്തിലും ഉണ്ടോ? അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് മെയിൻ ആയിട്ട്. പാട്ടുകളൊക്കെ ഏൽപ്പിച്ചത് അച്ഛനാണ്, പാട്ട് പഠിപ്പിക്കാൻ അയച്ചത് അമ്മയാണ്. അപ്പോൾ അവർ ഈക്വലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞാൽ പാട്ടാണ്, അച്ഛൻ എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. അച്ഛന് ഗായകനാവാനായിരുന്നു ഇഷ്ടം. പക്ഷെ അച്ഛൻ കർണാട്ടിക് ഒന്നും പഠിച്ചില്ല. അച്ഛൻ ആ കൂടി പഠിച്ചത് ഓട്ടംതുള്ളലാണ്. അതിലച്ഛൻ അത് ബേസ് വെച്ചിട്ടാണ് അച്ഛൻ ഫുൾ സാധനവും ആ ഒറ്റ ബേസിലാ. ആക്ടിങ് ആണെങ്കിലും ആ രസങ്ങളാണെങ്കിലും ഭാവങ്ങളാണെങ്കിലും പുള്ളി എല്ലാം ഭയങ്കര ഷാർപ്പാണ്, എല്ലാം വളരെ പവർഫുൾ ആണ്. അച്ഛന്റെ എല്ലാം ചടുലമാണല്ലോ. അത്ഭുതമായിരുന്നു അന്ന് ഈ പെട്ടെന്നുള്ള സംസാരവും ഇല്ലേ. സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഈ വേറൊരു കാര്യം ചോദിക്കുമ്പോഴേ, ഇപ്പൊ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതുന്നോണ്ടാ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇക്വാലിറ്റി വരുമെന്ന് വിചാരിക്കണ്ടോ? പറയേണ്ടത് പറയുക തന്നെ വേണം. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കാണോ അത് പറയാൻ തോന്നുന്നത് അവർ പറയണം. അത് പറയാത്തോടത്തോളം ഒന്നും നടക്കില്ല. ഞാൻ പറയാത്തത് സ്ത്രീകൾ തന്നെ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കതിൽ അതുപോലെ ജെൻഡർ വ്യത്യാസം തോന്നിയിട്ടില്ല. സ്ത്രീകൾ പലപ്പോഴും പറയാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നമുക്ക് പറയേണ്ടി വന്നത്. ഒരു കാലത്തെ സ്ത്രീകൾ വീട്ടിലത്തെ കാര്യവും വീട്ടിലെ കുക്കിങ്ങിൻ്റെ കാര്യവും വീട്ടിലെ ജോലികൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന കാര്യവും എല്ലാം സ്ത്രീകൾ പറയാഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇതുവരെ നമ്മൾ എത്തിയത്. പക്ഷെ ഇനി അങ്ങനെ പറയാതിരുന്നാൽ ശരിയാവില്ല. ഇപ്പൊ കുറെ മാറി കേട്ടോ. പക്ഷെ അന്ന് കാലത്തും ഷെയർഡായിട്ട് ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും വളരെ ഈക്വലായി എല്ലാം ചെയ്തിരുന്നു. അച്ഛൻ ഇല്ല, എല്ലാം ഈക്വലായി ചെയ്തിരുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുക്കിംഗ് മുതൽ രാത്രി മരുന്നെടുത്ത് കൊടുക്കുന്നത് വരെ അവർ ഷെയർഡായിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത്. അങ്ങനത്തെ കപ്പിൾസ് ഉണ്ട് പണ്ടും. പക്ഷെ അവിടെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചകൾ വരും. ചർച്ചകൾ എൻ്റെ മനസ്സിൽ വരും. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കേട്ട് വളർന്നിരിക്കുന്നതും കണ്ടിരിക്കുന്നതും സ്ത്രീകൾ പലതും ഒതുക്കി വെച്ച് അത് പിന്നീട് ബേസ്റ്റ് ഔട്ട് ചെയ്യും. നമ്മളിപ്പോൾ പാട്ടിലൂടെ ബേസ്റ്റ് ഔട്ട് ആവുന്നത് അവർ റിയൽ ലൈഫിൽ ബേസ്റ്റ് ഔട്ട് ആവും. അപ്പം ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പാടുന്നത് കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു റീതിങ്ക് ചെയ്യാനുള്ള നല്ലൊരു മീഡിയം അല്ലേ, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയ ഒരു മീഡിയം. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ, എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ വായിക്കുന്നവരെ അത് വായിക്കത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ എല്ലാവരിലേക്ക് എത്തുന്നുള്ളതാണ്. ആ വരികളുടെ ഒരു ഫയറും മ്യൂസിക്കും എല്ലാം കൂടെ ആകെ ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. അവൻ വല്ലാത്ത ജാതിയൊക്കെ ലിറിക്സ് ഒക്കെ അറിയും. അവനെല്ലാം കേൾക്കും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവനെ അറിയാം ഞാൻ റാപ്പാണ് ചെയ്യണേന്നും റാപ്പും ചെയ്യും എന്നും മെലഡീസും എല്ലാം അറിയാം. അവൻ ആ ജോൺറ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ അവനറിയാം, ഓക്കെ ഇത് ഏതാണ്, മെലഡി ആണോ ഫാസ്റ്റ് നമ്പർ ആണോ റാപ്പാണോ എന്നൊക്കെ അവനറിയാം. അവന് വളരെ അതിനൊക്കെ ഉള്ളൊരു ജ്ഞാനമുണ്ട് അവന്. പക്ഷെ അങ്ങനെ ഇന്നാളെ ഒരു ഫ്രണ്ട് ചെയ്ത് അവനെ ഒരു റാപ്പ് എഴുതിപ്പിച്ച് അവനെ കൊണ്ട് പാടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു അവന് റാപ്പ് എന്തിനാണ് റാപ്പ് പക്ഷെ അവന് എന്താ റാപ്പ് എന്നും അത് എന്തിനു വേണ്ടിയാണ് ചെയ്യണേന്നും ഒന്നും അറിയാറായിട്ടില്ലല്ലോ. അതൊക്കെ അവന്റെ
അവൻ എങ്ങനെയാണോ അവന് ഇഷ്ടമുള്ള പോലെ. ഞാനിപ്പോ അച്ഛൻ റാപ്പ് ചെയ്തിട്ടല്ലല്ലോ ഞാൻ റാപ്പ് ചെയ്യണേ. അപ്പം അവൻ എന്താണ് അച്ഛന്റെ സപ്പോർട്ട് എങ്ങനെ? അച്ഛൻ ആദ്യം തന്നെ അച്ഛൻ ആദ്യത്തെ വിശ്വസിച്ചില്ല ഞാനാണ് എഴുതിയെന്ന്. കാരണം ഞാൻ അച്ഛനെ കുറ്റം പറയില്ല. ഇവളിങ്ങനെ എഴുതുമോ എന്റെ കുട്ടി ഇങ്ങനെ അല്ല, എന്റെ ഇന്നും ഇങ്ങനെയല്ല. അല്ല, അച്ഛൻ ഞാൻ എഴുതാത്തോണ്ടാണ്, അങ്ങനെ മുമ്പ് എഴുതാത്ത ആളായതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ഞെട്ടൽ ഉളവാക്കിയത്. പിന്നെ അച്ഛൻ അതിന് യൂസ് ടു ആയി. ഇപ്പൊ അച്ഛന് ബൈഹാർട്ട് അറിയാം പെൺട്രാപ്പൊക്കെ. ഇന്നലെ എന്തോ ഒരു ഡ്രസ്സിന്റെ കാര്യം, ആരുടെയോ ഒരു ഡ്രസ്സിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം ഇന്ദുവിനോടൊന്നും ചോദിക്കാൻ പോണ്ട അതിന്റെ അഭിപ്രായം. പിന്നെ അവള് എന്റെ ബോഡി, എന്റെ മേക്കപ്പ്, എന്റെ ഇതെന്ന് പറഞ്ഞു വരാൻ തുടങ്ങുന്ന അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അച്ഛനും അറിയാം ഞാനിങ്ങനെ എല്ലാത്തിനും പറയുന്ന ആളാണ്. അച്ഛന്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നങ്ങൾ ചിലപ്പോ അച്ഛൻ ഇതിൽ കാണുന്നുണ്ടാവും. അച്ഛനും മോളുമായിട്ട് ഒരു റാപ്പ് വരട്ടെ, അപ്പൊ അച്ഛന്റെ കാര്യം അച്ഛൻ പറയാം. അച്ഛന് അതൊരു ഐഡിയ ആണ്. വേണ്ട അതെ, ബാക്കി എന്തിനും കൊളാടിയ സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, അച്ഛന്റെ കൂടെ പോവാറുണ്ട്. ഈ നമ്മള് പെൺകുട്ടികളെ പറഞ്ഞു വളർത്തുന്നതും നീ മറ്റൊരു അടുക്കളയിലേക്ക് പോകാനുള്ളതാണെന്നും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ് ശരിക്കും? എന്നെ പക്ഷെ അങ്ങനെ അടുക്കളയുടെ കാര്യമൊന്നും പറഞ്ഞ് അങ്ങനെ വളർത്തി. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയണത്. നമ്മളെ ഗ്രാൻഡ് പേരൻസ് പിന്നെ അങ്ങനെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അവരങ്ങനെയാണല്ലോ വളർന്നിരിക്കണേ. അപ്പൊ അവര് അങ്ങനെയാണ്, പെൺകുട്ടികൾ ദേഷ്യപ്പെടാൻ പാടില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കും, അതെന്താ ഒരു ജെൻഡറിന് മാത്രം ഇങ്ങനെ. പിന്നെ പലരും പറയണേ കല്യാണം കഴിപ്പിച്ച് അയക്കുക, കല്യാണം കഴിപ്പിച്ച് പോണ്ടതല്ലേ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കും എങ്ങിട്ടായി പോണ്ട കാര്യമില്ലല്ലോ. നമ്മള് ജനിച്ചത് എവിടെയാണോ അതാണ് നമ്മളുടെ വീട്, നമ്മളുടെ ആളുകള്, അതായിരിക്കും നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലാണ് നമ്മൾ അങ്ങനത്തെ ആളുകളായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ഫോഴ്സ് ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ. വേറെ വീട്ടിലേക്ക് പോകണു, വേറെ അടുക്കള, വേറെ ജീവിതം. അപ്പൊ നമ്മളിങ്ങനെ ട്യൂൺഡ് നമ്മളെ ഓക്കെ വേറെ സ്ഥലത്ത് പോകാനുള്ളതാ, നമ്മൾ അത് തന്നെ ഒരു നെഗറ്റിവിറ്റിയാ സത്യം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറയണ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിതാണ്, വേറെ വീട്ടിൽ പോകണം, അങ്ങനെ ഇങ്ങനെ. സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണേക്കാളും കപ്പിളായി താമസിക്കണേക്കാളും ഇൻലോസിൻ്റെ അവിടെ പോയി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു ഭയം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇല്ല. അവരൊരിക്കലും അത് കേൾക്കുന്നില്ലല്ലോ, അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷെ ഇത് കേട്ടിട്ട് കുറേ പേര് ഇപ്പം ഇങ്ങനത്തെ റാപ്പൊക്കെ കേട്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറയും, എൻ്റെ ഫ്രണ്ട്സും. പിന്നെ ഫ്രണ്ട്സ് മാത്രമല്ല, ഒരു 40s 50s ഉള്ള എല്ലാ ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കും, ഞാൻ ആലോചിച്ചു ഇന്ത് പാടിയ റാപ്പ് എത്ര സത്യമാണ്. ഒരുപാട് പേർക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.